നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ സർവ്വതെറ്റുകളും പടച്ച റബ്ബ് പരിപൂർണമായി നമുക്ക് മാപ്പ് തന്ന് മഗ്ഫിറത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, ബലാഅുകൾ, മുസീബത്തുകൾ, ശാരീരിക, മാനസിക, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, എല്ലാത്തിനും ശിഫയും സലാമത്തും സമാധാനവും സൗഖ്യവും പടച്ച റബ്ബ് ചൊരിഞ്ഞു തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ, മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പരിശുദ്ധമായ ദിവസത്തിൻ്റെ വെളിച്ചം അവർ ഓരോരുത്തരുടെയും ഖബറുകളിലേക്ക് സ്വർഗീയ സന്തോഷമായി അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിൻ്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ച രാജ്യമാണ് നമ്മുടേത്. പതിറ്റാണ്ടുകൾ എന്നല്ല, നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സമര പോരാട്ടങ്ങൾക്ക് അവസാനമാണ് 78 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. 79ാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന്. മുസ്ലിമീങ്ങളായ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ഈ ഉമ്മത്തിന് എന്നും ആവേശം നൽകുന്നതാണ്. കാരണം നമ്മുടെ മുസ്ലിം നേതാക്കളും പണ്ഡിതന്മാരും അതിൻ്റെ ഭാഗമായി എന്നല്ല, ആ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളികളായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിറന്ന നാടിനോടും രാജ്യത്തിനോടുമുള്ള കൂറ്, സ്നേഹം, അത് വിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ ഭാഗമാണ്. ജനിച്ച മണ്ണിനോട് കൂറുണ്ടെങ്കിലേ, സ്നേഹമുണ്ടെങ്കിലേ മതവിശ്വാസം പൂർത്തിയാകൂ എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗം നമ്മളല്ലാതെ ഈ ലോകത്ത് മറ്റൊരു വിഭാഗമില്ല എന്നാണ്. നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ ദീനിന്റെ, ഇസ്ലാമിന്റെ, ഈമാനിന്റെ അടയാളങ്ങളായതുപോലെ തന്നെ നമ്മൾ ജനിച്ച നമ്മുടെ ഇന്ത്യ രാജ്യത്തോടുള്ള സ്നേഹവും കൂറും പുലർത്തുക എന്നുള്ളത് അതും നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അതിലൂടെ മാത്രമേ നമ്മുടെ ഈമാനും നമ്മുടെ മതവിശ്വാസവും അത് പൂർത്തിയാകൂ എന്നാണല്ലോ. ഇത് ബോധ്യമുള്ള മുസ്ലിം നേതാക്കൾ, പ്രത്യേകിച്ച് പണ്ഡിതന്മാർ, രാജ്യത്തിൻ്റെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമര ചരിത്ര പോരാട്ടങ്ങളിൽ ഭാഗമായിട്ടുണ്ട് എന്നല്ല, എന്നും മുന്നിലായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ അന്നത്തെയും ഇന്നത്തെയും
ഏറ്റവും വലിയ ദയനീയ അവസ്ഥക്ക് കാരണം യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരാണ്, സാമ്രാജ്യത്വ ശക്തികളാണ്. അന്നത്തെയും ഇന്നത്തെയും സമ്പത്ത് മാത്രമല്ല അവർ കവർന്നെടുത്തിട്ടുള്ളത്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ മുമ്പ് അതല്ലെങ്കിൽ രാജാവിന്റെ കിരീടത്തിൽ ഏറ്റവും വലിയ അലങ്കാരമായിട്ടുള്ള കോഹിനൂർ രത്നം, അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ സ്വത്താണ്. നമ്മുടെ നാട്ടിൽ നിന്ന് രാജ്യത്ത് നിന്ന് അവർ കവർന്നു കൊണ്ടുപോയിട്ടുള്ളത്. സമ്പത്ത് കവർന്നെടുത്തു എന്നത് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് വർഗീയതക്ക് അല്ലെങ്കിൽ വർഗീയ സംഘടനകൾക്ക് വിത്ത് പാകിയത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരാണ്. മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക്, ജാതികൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക്, പ്രത്യേകിച്ചും മതസംഘർഷങ്ങൾക്ക്, വർഗീയതക്ക് വിത്ത് പാകിയിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്. പരിശുദ്ധമായ മസ്ജിദുകളിൽ പന്നിയെ കൊന്ന് കൊണ്ടിടുകയും അമ്പലങ്ങൾക്കുള്ളിൽ പശുക്കളെ കൊന്ന് കൊണ്ടിടുകയും ചെയ്തത് ബ്രിട്ടീഷുകാരുടെ പാരമ്പര്യമാണ്. പള്ളികൾക്കുള്ളിൽ നമുക്ക് ഏറ്റവും വലിയ നിഷിദ്ധമാകുന്ന പന്നികളെ കൊന്നു കൊണ്ടിടുന്നു. അമ്പലങ്ങളിൽ അവർ ദൈവമായി വിശ്വസിക്കുന്ന പശുക്കളെ കൊന്നു കൊണ്ടിടുന്നു. അതിനൊക്കെ തുടക്കം കുറിച്ചത് ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള കുടിലതന്ത്രത്തിന്റെ പേരിൽ. ആ നിലക്ക് വർഗീയതക്ക് യഥാർത്ഥത്തിൽ വിത്ത് പാകിയിട്ടാണ് അവർ നമ്മുടെ നാട്ടിൽ നിന്ന് കടന്നുപോയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപമായി ഇന്ന് നിൽക്കുന്നതും അത് തന്നെയാണ്. അതിനേക്കാളും വലിയൊരു ചതി അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചരിത്രങ്ങളെ, സത്യസന്ധമായ ചരിത്രങ്ങളെ അവർ വളച്ചൊടിച്ചു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ എല്ലാം സത്യസന്ധമായ ചരിത്രങ്ങളെ വളച്ചൊടിച്ച് അങ്ങനെയാണ് അവർ നമ്മുടെ രാജ്യത്ത് നിന്ന് കടന്നുപോയിട്ടുള്ളത്. ശേഷം വരുന്ന സമൂഹം അവര് സംശയാലുക്കളാകുന്ന നിലക്ക്, അവർക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാകുന്ന നിലക്ക് ചരിത്രങ്ങൾ മാറ്റിമറിച്ച് വളച്ചൊടിച്ച് പുതിയ ചരിത്രങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് നിന്ന് കടന്നുപോയിട്ടുള്ളത്. അവരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു ടിപ്പു സുൽത്താൻ. ധാരാളം നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്ക്. അദ്ദേഹം ഒരു മതേതരവാദിയായിരുന്നു യഥാർത്ഥത്തിൽ. അമ്പലങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും അദ്ദേഹം ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. നികുതി വേണ്ട, നികുതിയില്ലാതെ, ടാക്സ് ഇല്ലാതെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം പതിച്ചു കൊടുത്തിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ പതിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു മതേതരവാദിയായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ഏറ്റവും വലിയ മതഭ്രാന്തനും നിർബന്ധിത മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുത്ത രാജ്യദ്രോഹിയുമാണ്. അങ്ങനെയാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിലുള്ള റോഡുകളുടെ പേരൊക്കെ മാറ്റാണ്. ടിപ്പു സുൽത്താന്റെ പേരിലുള്ള പേരുകളൊക്കെ മാറ്റാണ്. അദ്ദേഹത്തിന്റെ പ്രതിമകളൊക്കെ നശിപ്പിക്കുകയാണ്. കാരണം രാജ്യദ്രോഹിയാണ്, മതഭ്രാന്തനാണ്. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോ മാറുമറയ്ക്കാത്ത കീഴ്ജാതിക്കാരായ സ്ത്രീകളെ കണ്ടപ്പോ നിർബന്ധിച്ചവരെ കണ്ട് മാറുമറപ്പിച്ചയാളാണ് ടിപ്പു സുൽത്താൻ. അന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ കീഴ്ജാതിക്കാരായ സ്ത്രീകളുടെ ദുരവസ്ഥ കണ്ട് തന്റെ മാറുമറക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല, മറയ്ക്കണമെങ്കിൽ ടാക്സ് കൊടുക്കണം.
സ്വന്തം ശരീരത്തിന്റെ പവിത്രമായ ഭാഗം മറയ്ക്കണമെങ്കിൽ ടാക്സ് കൊടുക്കണം. അതല്ലെങ്കിൽ മേലാളന്മാർ മുറിച്ചു കളയുന്ന ഏറ്റവും വലിയ ഭീകരമായ ദുരവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം ഖജനാവിൽ നിന്ന് പൈസ എടുത്തിട്ട് മാറുമറക്കാനുള്ള വസ്ത്രം ഉണ്ടാക്കിയിട്ടത് ഇവിടുത്തെ കീഴ്ജാതിക്കാർക്ക് കൊടുത്ത് നിർബന്ധിച്ചവരെ കൊണ്ട് മറപ്പിച്ചത് ടിപ്പു സുൽത്താനാണ്. അതൊക്കെയാണ് പിന്നീട് നിർബന്ധിത മതപരിവർത്തനം എന്നൊക്കെ വളച്ചൊടിക്കപ്പെട്ടിട്ടുള്ളത്. നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി എന്നൊക്കെ വളച്ചൊടിച്ച് ബ്രിട്ടീഷുകാര് ചരിത്രം തിരുത്തിയിട്ടുള്ളത് ഇതൊക്കെയാണ്. യഥാർത്ഥത്തിൽ രാജ്യസ്നേഹികളായ പലരും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ നിന്ന് അവരുടെ പേരുകൾ വെട്ടിമാറ്റപ്പെട്ടു പോയി. നമ്മുടെ രാജ്യത്തെയും സ്വാതന്ത്ര്യ സമരത്തെയും ഒറ്റുകൊടുത്ത പലരും ആ ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് അന്നത്തെ അവസ്ഥ. രാജ്യത്തിനു വേണ്ടി ചോരയും നീരും കൊടുത്ത് പോരാട്ടം നടത്തിയ പലരും, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള നമ്മുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെ പേരൊന്നും ഇല്ല, അതൊക്കെ വെട്ടിമാറ്റപ്പെട്ടു. ഷാഹ് അബ്ദുല്ലാഹി ദഹ്ലവി, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാനായ പണ്ഡിതനാണ് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി. കഴിഞ്ഞുപോയതും ഇന്നുള്ളതുമായ ഇന്ത്യ കണ്ട ഇന്ത്യയിലെ മുഴുവൻ പണ്ഡിതന്മാരുടെയും നേതൃത്വം എന്ന് പറയാം. അവരുടെ ഹദീസിന്റെ പരമ്പര പോകുന്നത് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയിലൂടെയാണ്. നമ്മുടെ രാജ്യത്ത് ഹദീസിന്റെ പഠനത്തിന് തുടക്കം കുറിച്ചത്, നേതൃത്വം കൊടുത്തത് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയാണ്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലൊന്നുമല്ല, 1731 അദ്ദേഹം ഹജ്ജിന് പോയിട്ടുണ്ട്. കഴിഞ്ഞുപോയതും ഇന്നുള്ളതുമായ ഇന്ത്യയിലെ മുഴുവൻ പണ്ഡിതന്മാരുടെയും സിൽസില പരമ്പര കടന്നു പോകുന്നത് ഈ വിനീതന്റെ അടക്കം, എന്റെ അടക്കം, നമ്മുടെ ഉസ്താദുമാരുടെ അടക്കം, അങ്ങനെ ഉസ്താദ് പറഞ്ഞു പോകുമ്പോ ഇന്ത്യയിൽ അവസാനം അത് ചെന്നുമുട്ടുന്നത് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയിലാണ്. അദ്ദേഹം 1731 ഹജ്ജിന് പോയപ്പോ അവിടെ വെച്ച് സ്വപ്നം കണ്ടു, നിങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വൈദേശിക ശക്തികളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കണം, പരിശ്രമിക്കണം. തിരിച്ചു വന്നിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി. ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് നടത്തൽ മുസ്ലിമിന് വാജിബാണ്, നിർബന്ധമാണ് എന്ന് ഫത്വ എടുത്ത ആളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് നടത്തൽ മുസ്ലിമിന് വാജിബാണ്, നിർബന്ധമാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോയാൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ മുസ്ലിം സമാധാനം പറയേണ്ടി വരും എന്ന് ഫത്വ എടുത്ത ആളാണ്. അത് ഈ സമൂഹം, അന്നുണ്ടായിരുന്ന മുസ്ലിം ഉമ്മത്ത് മുഴുവനും ഏറ്റെടുത്തിട്ട്, അതുകൊണ്ട് സന്ധിയില്ലാത്ത സമരം ചെയ്തിട്ടുണ്ട്. മുസ്ലിം നേതാക്കളും സാധാരണക്കാരും ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാത്ത സമരം. അതൊരു വല്ലാത്ത പ്രയോഗമാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത, ഒരു സന്ധിക്കും തയ്യാറാകാത്ത, ഒരു ഉപകാരവും ബ്രിട്ടീഷുകാരിൽ നിന്ന് പ്രത്യുപകാരം വാങ്ങിയിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത, സന്ധിയില്ലാത്ത സമരം. അത് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നതാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിന്റെ പേരിൽ ജയിലിൽ കടന്നപ്പോ ഉമ്മ കത്തെഴുതി. എന്തെന്നറിയോ? നിങ്ങളുടെ അഭിമാനം ബ്രിട്ടീഷുകാരുടെ കാൽ ചുവട്ടിൽ പണയം വെച്ചിട്ട് അവരുമായിട്ട് സന്ധി ചെയ്തിട്ട് ജയിലിൽ നിന്ന് നിങ്ങൾ വെളിയിലേക്ക് വന്നാൽ, ജയിൽ മോചിതരായി നിങ്ങൾ വെളിയിലേക്ക് വന്നാൽ, പ്രായാധിക്യത്താൽ എന്റെ കൈകൾക്ക് ശക്തി ചോർന്നു പോയി എന്ന് തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊല്ലാനുള്ള ശക്തി എന്റെ കൈകൾക്കുണ്ട്. ഒരു ഉമ്മയുടെ വാക്കാണ്. ബി ഉമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന
ഒരു മുസ്ലിം ഉമ്മയുടെ വാക്കാണ്. ബ്രിട്ടീഷുകാർക്കും അവരുടെ കാൽച്ചുവട്ടിൽ അഭിമാനം പണയം വെച്ചിട്ട് സന്ധിയായിട്ട് ജയിൽ മോചിതരായി എന്റെ അടുക്കലേക്ക് വന്നാൽ പ്രായാധിക്യത്താൽ കയ്യുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിന്ന് ധരിക്കണ്ട, നിങ്ങളുടെ കഴുത്ത് ഞെരിച്ച് നിങ്ങളെ കൊല്ലാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. ഒരു ഉമ്മയുടെ സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹമാണ്. മുസ്ലിമിന് അങ്ങനെ കഴിയും. കാരണം നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയോട് ബ്രിട്ടീഷുകാർ പറഞ്ഞു, നിങ്ങളുടെ പുണ്യഭൂമിയായ മക്കയിലേക്ക് കൊണ്ടുപോയി ആക്കി കാലാകാലം മക്കയിൽ കഅബ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കി തരാം, ഈ പോരാട്ടം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞു, മക്ക എന്റെ പുണ്യഭൂമിയാണ്, പക്ഷേ പിറന്ന മണ്ണിനോടുള്ള കൂറ് എന്റെ ഈമാനിന്റെ ഭാഗമാണ്. അത് വലിച്ചെറിയാൻ ഒരു മുസ്ലിമായി എനിക്ക് കഴിയില്ല. സന്ധിയില്ല സമരം ചെയ്തിട്ടുണ്ട് നമ്മുടെ നേതാക്കന്മാർ. പക്ഷേ ഈ ചരിത്രങ്ങളൊക്കെ വളച്ചൊടിച്ച് മാറ്റിമറിച്ച് ബ്രിട്ടീഷുകാർ ശേഷം വരുന്ന സമൂഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിലക്ക്, അവർക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാകുന്ന നിലക്ക് മാറ്റിമറിച്ച് ചരിത്രത്തെ ആ നിലക്ക് വ്യഭിചരിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് നിന്ന് കടന്നുപോയിട്ടുള്ളത്. അത് നമ്മളൊന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് ബോധ്യമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, രാജ്യസ്നേഹികൾ പലരും രാജ്യദ്രോഹികളും നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്തവർ, ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി ഈ രാജ്യത്തെ ചതിച്ച പലരും ഇന്ന് രാജ്യസ്നേഹികളുടെയും അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ സംവിധാനങ്ങളൊക്കെ ആധുനിക ഇന്ത്യയിലേക്ക് വന്നപ്പോ നമ്മുടെ സംവിധാനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അവരുടെ പിൻഗാമികളായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ജുഡീഷ്യറി, നമ്മുടെ പട്ടാള സംവിധാനങ്ങൾ, മിലിറ്ററി സംവിധാനങ്ങൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ പിൻഗാമികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവസാനം ഭരണഘടനാ സ്ഥാപനമാകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ആ നിലക്കാണ്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രാജ്യത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വോട്ട് ചോരി, വോട്ട് കടത്ത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് വെറൊരു ആരോപണം മാത്രമൊന്നുമല്ല. വോട്ട് ചോരി നടന്നിട്ടുണ്ട്, വോട്ട് കടത്ത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ചുമ്മാ ആരോപണം, കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമാണത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ, ബാംഗ്ലൂര് നോർത്താണെന്ന് തോന്നുന്നു, ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ ആ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചിട്ടുള്ളൂ. BJP ആണ് ജയിച്ചത്. അവിടത്തെ കണക്കുകൾ പരിശോധിച്ചപ്പോ ഒരാൾക്ക് 2-3 വോട്ടാണ്, 2-3 ബൂത്തുകളിൽ വോട്ടാണ്, 2-3 ബൂത്തുകളിൽ ഒറ്റ റൂം മാത്രമുള്ള ഒരു വീടിന്റെ അഡ്രസ്സിൽ 80 വോട്ടാണ്. ഒറ്റ റൂം മാത്രമുള്ള ആ വീട്ടില്. അങ്ങനത്തെ വീട്ടിൽ 80 വോട്ടാണ്. മരിച്ചുപോയ ഭർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത്, പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതൊക്കെയോ അക്ഷരങ്ങൾ ചേർത്തുള്ള ആരുടെയൊക്കെ പേരാണ്, അവർക്കൊക്കെ വോട്ടാണ്. ഭർത്താവ് മരിച്ചുപോയി, പിതാവ് മരിച്ചുപോയി, ആ സ്ഥാനത്ത് പേര് അറിയാത്ത, കുടുംബക്കാർക്ക് ഒരു പരിചയമില്ലാത്ത ആരുടെയൊക്കെയോ വോട്ടുകൾ. ആ ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷത്തിലാണ് അവിടെ BJP ജയിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ BJP ആ മണ്ഡലത്തിൽ ഇല്ലായിരുന്നെങ്കിൽ BJP അവിടെ തോക്കുമായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് കണക്കുകൾ സഹിതം ബോധ്യപ്പെടുത്തിയിട്ടുള്ള, അത് വെറൊരു ആരോപണം മാത്രമൊന്നുമല്ല. ഭരണഘടന അത് ഏതെങ്കിലും വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി അല്ലല്ലോ. കൃത്യമായ ഗൂഢാലോചനയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും അവരുടെ അനുവാദത്തോടെ മാത്രം നടക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട
ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളെല്ലാം ഈ പറഞ്ഞ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരങ്ങളെ ഒറ്റിക്കൊടുത്തവരുടെ പിൻഗാമികളുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എത്രത്തോളം? ഇന്നത്തെ ചെങ്കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യ ദിന ആശംസാ പ്രഭാഷണത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞത്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ NGO ആണ് സംഘപരിവാർ. ഏറ്റവും വലിയ NGO ആണ്. അവരുടെ കഴിഞ്ഞ 100 വർഷത്തെ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന്. RSSന്റെ സംഘപരിവാറിന്റെ കഴിഞ്ഞ 100 വർഷത്തെ അവരുടെ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് 79ാം സ്വാതന്ത്ര്യ ദിന ആശംസ അർപ്പിച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനത്ത് ചെങ്കോട്ടയുടെ മുകളിൽ കയറിയിട്ട് രാജ്യത്തിന്റെ ഭരണ ചെങ്കോലയിടുന്ന അത് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന അവസ്ഥയിലേക്ക് സംവിധാനങ്ങളെല്ലാം അവർക്ക് അനുകൂലമായി മാറിയിരിക്കുന്ന വലിയ അപകടകരമായ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കാണ്. നമ്മൾ 79ാമത്തെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഇത്തരം ആശങ്കകൾ അത് നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഇത്തരം ആശങ്കകൾ നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. രാജ്യത്ത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും സിഖുകാരനാണെങ്കിലും ഏത് മതക്കാരനും മതമില്ലാത്തവനും ജാതിയുള്ളവനും ഇല്ലാത്തവരും ഒക്കെ സ്നേഹത്തോടെ ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സുന്ദരമായ ഒരു ഇന്ത്യയുടെ സ്വപ്നം, ഒരു ചിത്രം, അതാണ് നമ്മുടെ മുൻഗാമികൾ സ്വപ്നം കണ്ടിട്ടുള്ളത്. വർഗീയതയില്ലാതെ, വിദ്വേഷങ്ങളില്ലാതെ, ആരെയും മാറ്റി നിർത്തപ്പെടാത്ത, എല്ലാവർക്കും തുല്യ നീതി ലഭിക്കുന്ന അതിമനോഹരമായ ഒരു ഇന്ത്യ, ഇതാണ് നമ്മുടെ മുൻഗാമികൾ സ്വപ്നം കണ്ടിട്ടുള്ളത്. പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം വെറുതെയായി പോകുന്നുവോ എന്ന് തോന്നിപ്പോകുന്ന നിലക്കുള്ള ഇത്തരം ആശങ്കകൾ അത് നമ്മുടെ മനസ്സിലുണ്ട്. ആശങ്കകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് തന്നെ 79ാമത് സ്വാതന്ത്ര്യ ദിന ആശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് ശാന്തിയും സമാധാനവും എക്കാലവും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. സമുദായങ്ങൾക്കിടയിൽ, മതങ്ങൾക്കിടയിൽ, വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്കിടയിൽ പോരില്ലാതെ, പ്രതിസന്ധികളില്ലാതെ, വൈരാഗ്യമില്ലാതെ, സംഘർഷങ്ങളില്ലാതെ, വർഗീയതയില്ലാതെ സമാധാനം നിറഞ്ഞ ഒരു ഇന്ത്യ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്കുള്ള എല്ലാ വഴികളും നമുക്ക് അനുകൂലമാക്കി തുറന്നു തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാട്ടം നടത്തിയിട്ട് ഷഹീദായ നമ്മുടെ മുൻഗാമികൾ, പടച്ച റബ്ബ് അവരുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കട്ടെ. നാളെ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ കൂടാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.